മസാല അടയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ഒരു മസാല അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ചമ്മന്തി പൊടിച്ചിട്ട് ആക്കുന്ന ഒരട. അപ്പോൾ ഞാനിവിടെ കുറച്ച് മീനിൻ്റെ ഉണ്ടായിരുന്നു, അയിലയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഉള്ളി, തേങ്ങ, മഞ്ഞൾ, മുളക്, കുറച്ച് ഉപ്പ്. ഇപ്പോൾ മീനില്ലെങ്കിലും നമുക്കിത് ആക്കാം. ഞാൻ മീനുള്ളതുകൊണ്ട് മീനെടുത്തതാണ്. അപ്പോൾ ആദ്യം നമുക്കിത് ചമ്മന്തി പൊടിച്ചെടുക്കാം. തേങ്ങയും മുളകും മഞ്ഞളും ഉപ്പും കൂടി നമുക്ക് ചമ്മന്തി പൊടിക്കുന്ന പോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മഞ്ഞളും മുളകും ഉപ്പും കൂട്ടി ചമ്മന്തി പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു മസാലയാക്കാം. മസാലയാക്കാൻ വേണ്ടി ഞാൻ ചീനിച്ചട്ടിയുണ്ട്, അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രാവിലെ മസാല അടി, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ മീനിന് പകരം മുട്ടയിടാം, അല്ലെങ്കിൽ വെറുതെ ചമ്മന്തി കൊടുത്തിട്ട് ഇതിന് അട ചൂടാം. ഇലയിലാണ് നമ്മൾ അട പരത്തിയിടുന്നത്, ഇലയില്ലാണ്ട് പരത്തിയിടാം. ഇത് ഇതാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഇങ്ങനെ അടയാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. ഇത് നമുക്ക് മീനൊന്ന് പൊടിച്ചിട്ട് മുള്ള് നീക്കിയതാണ്, പൊടിച്ചിട്ട് അരച്ച് കൊടുക്കാം. ചിക്കൻ ഉണ്ട്, ചിക്കൻ ഇടാം, മുട്ട ഇടാം, എല്ലാം ഇടാം കേട്ടോ. അയില ഉള്ളതുകൊണ്ട് അയില വരട്ടിയ അയിലേൻ്റെ പീസ് ഉണ്ടായിരുന്നു, അത് ഇട്ടതാണ്. മീൻ്റെ നല്ലോണം പൊടിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചമ്മന്തി ഇതിൽ ഇട്ടെടുക്കാം. ചമ്മന്തി ഇട്ടിട്ട് നല്ലവണ്ണം ഫുള്ളായിട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട ഇടുന്നെങ്കിൽ ഉള്ളി ആക്കി കഴിഞ്ഞ പാട് മുട്ട ഇട്ടിട്ടൊന്ന് നമ്മളെന്താ പറയുക, ഒന്ന് ചില്ലി മസാല ആക്കാനിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ചിക്കനാണ് പൊരിച്ചിട്ട് ഉള്ളി പൊടിച്ചിട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്നുമില്ല, വെറുതെ തേങ്ങ മാത്രം ചമ്മന്തി പൊടിച്ചിട്ട് ഒക്കെ മസാലയാക്കാം. പിന്നെ നല്ലോണം യോജിപ്പിക്കാം. കുറച്ച് ചൂടായി വരണം. ഇത് ഏകദേശം ആകാനായിട്ടില്ല. അപ്പോൾ നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വാങ്ങി വെക്കാം. നമുക്കിവിടെ അടക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ചെമ്പിൽ ഇത്തിരി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇല വാറിയിട്ട് വരാം. അരിപ്പൊടി വേണം. ഇത് പുഴുങ്ങലരി പൊടിപ്പിച്ചതാണ്. അതായത് നമ്മൾ റേഷൻ അരിയില്ലേ, അത് 4 കിലോ അരിക്ക് 1/2 കിലോ പച്ചരി കൂട്ടി പൊതിർത്തി വെക്കുകയൊന്നും ചെയ്യണ്ട. അപ്പം തന്നെ കഴുകി നമ്മൾ ഫാനിൻ്റെ ചോട്ടിലിട്ട് ഒന്ന് ആറ്റി അത് പൊടിപ്പിച്ചാൽ നമുക്ക് അടയും നൂൽപുട്ടൊക്കെ ചുടാൻ നല്ലതാണ്. അപ്പം അങ്ങനെ പൊടിപ്പിച്ചതാണിത്. അപ്പം നമുക്കിത് ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് ഇതുണ്ടോ, ഇതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് അടയാക്കി പരത്തിയെടുക്കാം.
നമ്മൾ മസാല ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഒരു വാഴയില എടുക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ തട്ടി കൊടുക്കും. കഴുകി തുടച്ച വാഴയിൽ നല്ലവണ്ണം എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അരി ഇങ്ങനെ എടുത്ത് ഉരുട്ടി കയ്യിൽ വെച്ച് നല്ലവണ്ണം ഇങ്ങനെ ഇതുണ്ടോ ഇതുപോലെ ആക്കി നമ്മൾ ഇലയിൽ വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതുപോലെ നല്ലോണം കനം കുറച്ച് എല്ലാ ഭാഗവും ഒരുപോലെ പരത്തി കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഇതുപോലെ പരത്തി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുവിൽ മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ മസാല വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇത് കണ്ടോ ഇതുപോലെ അമർത്തി കൊടുക്കുക. വാഴയിലയിൽ നമുക്കെല്ലാം അതുപോലെ പരത്തി കൊടുക്കുക. എണ്ണ തടവുക. ഇങ്ങനെ ബോളാക്കുക. നല്ല രസം ഇങ്ങനെ അടയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമുക്കിതിന് വേറെ കറിയൊന്നും വേണ്ട. പിന്നെ ഇതവിടെ വെച്ച് നമുക്ക് ബാക്കി പണിയൊക്കെ എടുക്കുകയും ചെയ്യാം. ഈ പരത്തേണ്ട മസാല ആക്കേണ്ട ഒരു ടൈമായല്ലോ. ഇതുപോലെ മസാല നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേണ്ട എണ്ണയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വാഴയിലേന്ന് വേഗം വിട്ട് കിട്ടും. ഇതേണ്ട ഇതുപോലെ നമുക്ക് പരത്തിയട ആവിച്ചെമ്പിൽ വെച്ച് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് ആവി വരട്ടെ. നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇതണ്ട അട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെച്ചൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ വേഗം വേഗമായിരിക്കൂടി. അതെല്ലാം നേർങ്ങനെയല്ല പരത്തിയ. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പം എൻ്റെ മസാല അട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അട ചുട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചുട്ട് നോക്കണം.